അപ്പൊ നമ്മള് 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ പാരലൽ ലൈൻസിലെ 2ാമത്തെ സെക്ഷനായ അൺഈക്വൽ ഡിവിഷൻ. അതിലെ പേജ് നമ്പർ എത്രയായിരുന്നു? 46 എക്സസൈസ് 2 ക്വസ്റ്റ്യൻ നമ്പർ 2 1ഉം 2ഉം നമ്മൾ ചെയ്തു. ഇനി 3ാമത്തെ സബ് ക്വസ്റ്റ്യൻ അല്ലേ? ചോദ്യം വായിച്ച ഇംഗ്ലീഷ് മീഡിയക്കാര്. ചോദ്യത്തിന്റെ മെയിൻ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഈച്ച് ഓഫ് ദ ടൈപ്പ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ടൈപ്പിലുള്ള ട്രയാങ്കിൾ ത്രികോണം എന്ത് ചെയ്യണം? വരയ്ക്കണം. ഓഫ് പെരിമീറ്റർ 13 സെന്റിമീറ്റർ. അതിന്റെ പെരിമീറ്റർ ചുറ്റളവ് എത്ര വരണം? 13 സെന്റിമീറ്റർ. അപ്പൊ ആദ്യം നമ്മൾ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ സമഭുജ ത്രികോണം വരച്ചു. രണ്ടാമത്തേനകത്തിൽ സൈഡ്സിന്റെ വശങ്ങളുടെ റേഷ്യോ അംശബന്ധം 3:4:5 ഉള്ള ഒരെണ്ണം വരച്ചു അല്ലേ? ഇനി നമുക്ക് എന്തോ വരയ്ക്കണ്ടേ? ഐസോസിലസ് വിത്ത് ലാറ്ററൽ സൈഡ്സ് 1.5 ടൈംസ് ദി ബേസ് ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. നമ്മളിവിടെ ആരുടെ കാര്യമാണ് പറയുന്നത്? ഐസോസിലസ് ട്രയാങ്കിൾ. എഴുതുക, ഐസോസിലസ് ട്രയാങ്കിൾ. അത് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പർ ഐസോസിലസ്, ISOSCELES, ഐസോസിലസ്. ഐസോസിലസ് മലയാളത്തിൽ സമപാർശ്വ ത്രികോണം. നിങ്ങൾ 8ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠമായ ഈക്വൽ ട്രയാങ്കിൾസിൽ തുല്യ ത്രികോണങ്ങളിലെ 4ാമത്തെ സെക്ഷന്റെ പേരായിരുന്നു ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. അപ്പൊ നമ്മള് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ, ഒരു സമപാർശ്വ ത്രികോണം ഒന്ന് റഫായിട്ട് വരയ്ക്കുന്നു. വരയ്ക്കുക. അതിന് ABC എന്ന് പേര് കൊടുക്കാം. റഫായിട്ട് വരയ്ക്കാം. ഓൺലൈൻകാർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഏതാ? റഫ് ബുക്കിലോ അല്ലെങ്കിൽ റഫ് പേപ്പറിലോ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ റഫായിട്ട് വരയ്ക്കാം. ഹലോ, വരച്ചോ? ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോൾ, സമപാർശ്വ ത്രികോണം ആകുമ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തുവാ? അതിന്റെ 2 സൈഡുകൾ, 2 വശങ്ങൾ. ഞാൻ തൽക്കാലം ABയും AC-യും എങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് താഴോട്ട് AB ഈക്വൽ AC. എഴുതാനാ AB ഈക്വൽ AC. AB ഈക്വൽ 9ാം ക്ലാസ്സിനോട് ചോദിച്ചിട്ട് വന്നു, +1 പരീക്ഷ എഴുതുന്നു. AB ഈക്വൽ ആ കാര്യം തീരുമാനമായല്ലോ. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സംഗതി ഇതൊന്നുമല്ല. ചോദ്യം വായിച്ച്. ഐസോസിലസ് വിത്ത് ലാറ്ററൽ സൈഡ് 1.5 ടൈംസ് ദി ബേസ് എത്രയാണോ, പാദം എത്രയാണോ, അതിന്റെ 1.5 മടങ്ങാണ് അതിന്റെ ലാറ്ററൽ സൈഡ്. മലയാളത്തിൽ എങ്ങനെയാണ് അപ്പൊ ചോദ്യം കൊടുത്തേക്കുന്നത്?
അപ്പൊ നോക്കാം, നമ്മളോട് ഐസോസിലസ് ട്രയാങ്കിളിന്റെ സമപാർശ്വ ത്രികോണത്തിന്റെ ബേസിന്റെ പാദത്തിന്റെ 1.5 മടങ്ങ് 1.5 ടൈം ആയിരിക്കണം എന്ത് 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 പിന്നുള്ള ലാറ്ററൽ സൈഡ്. നോക്കാം, ഞാന് ഈ ബി സി ആണല്ലോ ബേസ്, അത് തൽക്കാലത്തേക്ക് എന്തെന്നെടുക്കുന്നു എഴുതുക, ബി സി ഈക്വൽ എക്സ്. അതെന്താണ് ഇവിടെ എക്സ് എന്നൊക്കെ വിളിക്കേണ്ടി വന്നത്? ഒരു വശത്തിന്റെ നീളം അറിയാൻ വയ്യാത്ത നമ്മൾ എക്സ് എന്ന് വിളിച്ചു. അങ്ങനാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക, എ ബി എ സി എന്നിവരുടെ നീളം എന്ത് വരും? വയ്യെന്ന് വിളിക്കരുത്, ഇതിന്റെ 1.5 മടങ്ങ്. ഏതിന്റെ 1.5 മടങ്ങ്? എക്സിന്റെ 1.5 മടങ്ങ്. അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? ബേസിന്റെ 1.5 മടങ്ങെന്നല്ലേ പറഞ്ഞേക്കുന്നേ? പാദത്തിന്റെ 1.5 മടങ്ങെന്നല്ലേ പറഞ്ഞേക്കുന്നേ? അപ്പൊ എഴുതുക, എക്സ് ഇൻറ്റു 1.5 എക്സ് ഇൻറ്റു 1.5 ഈക്വൽ എക്സ് ഇൻറ്റു ഈ 1.5 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ, മിശ്ര ഭിന്നമല്ലേ? നിങ്ങൾക്കതിനെ എന്താക്കാം? ഇംപ്രോപ്പർ ആക്കാം, വിഷമ ഭിന്നമാക്കാം. അപ്പൊ എന്ന് പറഞ്ഞാൽ 1.5 3/2. അപ്പൊ എക്സ് ഇൻറ്റു 3/2 എന്ന് പറഞ്ഞാൽ അത് 3/2 എക്സ് ആണ്. എക്സ് ഇൻറ്റു 3/2 ആരാണ്? ആ എക്സ് ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ? നടുക്ക്, മുകളിലും അല്ല താഴെ അല്ല, നടുക്കാണ്. ആണോ? അല്ല, ആ എക്സ് ന്യൂമറേറ്റർ അല്ല. ആ എക്സ് എവിടാണ്? ന്യൂമറേറ്റർ അല്ല, എക്സ് എവിടാണ്? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നോക്കാം. താഴത്തെ വശാരാ? ബി സി. അപ്പൊ ബി സി ഈസ് ടു എ ബി ഈസ് ടു എ സി എഴുതിയാട്ടെ. ബി സി ഈസ് ടു എ ബി ഈസ് ടു എ സി. ബി സി ഈസ് ടു എ ബി ഈസ് ടു എ സി ഈക്വൽ. ബി സിയെ നമ്മൾ എന്തായിട്ട് എടുത്തു? അതില് എക്സ് ആയിട്ട് എടുത്തു. എന്തായിട്ട് വിളിച്ചു? എക്സ് ആയിട്ട്. അപ്പൊ എക്സ് ഈസ് ടു എ ബിയുടെ വില, എ ബിയുടെ വില 3/2 എക്സ് ഈസ് ടു എ സിയുടെ വില 3/2 എക്സ്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു പാഠത്തിന്റെ പേരാണ് റേഷ്യോ, അല്ലേ? അപ്പൊ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ എഴുതാന് എഴുതിയോ? അവിടെ പഠിച്ചിട്ടുണ്ട്, റേഷ്യോയിൽ ഒരുപോലെ വരുന്നവരെ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അപ്പൊ ആര് കട്ടായി പോകും? 3/2. എക്സ് 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 കട്ടായി പോയി. പിന്നെന്തോ വരും? യു അല്ല, എക്സ് എന്ന കണക്കിൽ എഴുതിയാൽ അർത്ഥം അത് വെറും എക്സ് അല്ല, 1x ആണ്. അപ്പൊ എക്സ് കട്ടായി പോയാൽ പിന്നെ അവിടെ ആരുണ്ട്? ബാക്കി 1 ഉണ്ട്. അപ്പൊ 1 ഈസ് ടു 3/2 ഈസ് ടു 3/2. 3/2 കഴിഞ്ഞിട്ട് 1 വേണ്ടാവും. ഉണ്ടോടക്കുന്നു ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ എഴുതിയാൽ അതിന്റെ അർത്ഥം 1x എന്നാണ്. അതാണ് 1 എഴുതിയത്. ബാക്കിയുള്ളിടത്തൊക്കെ എക്സിന്റെ കൂടെ ആരുണ്ട്? 3/2 ഉണ്ട്. അപ്പൊ പിന്നെ അവിടെ ആരാന്ന് ഇനി വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ 1 ഈസ് ടു 3/2 ഈസ് ടു 3/2. എന്തിനു കുഴപ്പമുണ്ടോ? ഉണ്ട്. റേഷ്യോയ്ക്കകത്ത് ഫ്രാക്ഷൻ ഒന്നും വരാൻ പറ്റത്തില്ല. റേഷ്യോയ്ക്കകത്ത് അംശബന്ധത്തിൽ എന്ത് വരാൻ പറ്റില്ല? ഫ്രാക്ഷൻ വരാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഫ്രാക്ഷൻ പോകണമെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ ഇട്ട് പഠിച്ചതാ. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ 2 ആണല്ലോ രണ്ടിടത്തും പ്രശ്നം. ആ 2 കൊണ്ട് മൊത്തത്തിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. മൊത്തത്തിൽ എന്ത് ചെയ്യണം? അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ഈസ് ടു 3 ഈസ് ടു 3. 2 ഈസ് ടു 3 ഈസ് ടു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുകൊള്ള ആ 2 പോകാൻ വേണ്ടിയിട്ടല്ലയോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ? ഉണ്ടോടക്കം 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടി.
ഇനി 3/2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 2 വെട്ടിപ്പോയാൽ 3. വീണ്ടും 3/2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 2 വെട്ടിപ്പോട്ട് എന്തോ കിട്ടും? അപ്പൊ കിട്ടിയോ? അപ്പൊ റേഷ്യോ എന്തായി? 2:3:3. അപ്പൊ കാര്യം ഇവിടെ കിട്ടിയോ? ഇവിടെ കിട്ടിയോ? അല്ല, ഇങ്ങനെ റേഷ്യോ കിട്ടിയാലല്ലേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? ആണോ? അപ്പൊ ഇവിടെ വരെ ഓക്കെ ആണല്ലോ. ശരി, അപ്പൊ അവർ തരാതിരുന്ന റേഷ്യോ നമ്മളായിട്ട് കണ്ടുപിടിച്ചു. ഓൺലൈൻകാർക്ക് ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഇനി എങ്ങനെ വരയ്ക്കും? 13 സെന്റിമീറ്റർ നീളമുള്ള എന്ത് വരയ്ക്കണം? ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കണം. വരച്ചാട്ടെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 13 സെന്റിമീറ്റർ നീളമുള്ള എന്ത് വരയ്ക്കുക? ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാം. എല്ലാവരും എന്റെ കൂടെ വരച്ചു വരണം. 13 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. ആ വരയ്ക്ക് സിത്താരെ നമ്മൾ AB എന്ന് പേര് കൊടുക്കുന്നു. എന്ത് പേര് കൊടുക്കുന്നു? അപ്പൊ ABയുടെ നീളം എത്ര സെന്റിമീറ്റർ ആണ്? 13. ഇതിനെ എന്ത് റേഷ്യോയിൽ കട്ട് ചെയ്യണം? 2:3:. സാധാരണ 8ാം ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി ഈ 13-നെ 2 + 3 5, 5 + 3 8. 8ആയിട്ട് വീതം വെച്ചതിലെ 2 ഭാഗമായിരിക്കും ആദ്യത്തെ ആളിന്റെ നീളം. ഈ 13-നെ 8ആയിട്ട് വീതം വെച്ചതിലെ 3 ഭാഗമായിരിക്കും രണ്ടാമത്തെ ആളിന്റെ നീളം. ഈ 13-നെ 8ആയിട്ട് വീതം വെച്ചതിൽ 3 ആയിരിക്കും മൂന്നാമത്തെ ആളിന്റെ നീളം. പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ചെറിയ കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? 13-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു റെക്കറിംഗ് ഡെസിമൽ, ആവർത്തക ദശാംശം, പോയിന്റ് കഴിഞ്ഞിട്ട് സംഖ്യ ഇങ്ങനെ കുറെ വരുന്ന ഒരു നമ്പർ കിട്ടും. ആ നമ്പറിനെ 2 കൊണ്ട് ഗുണിക്കണം, അതിനെ 3 കൊണ്ട് ഗുണിക്കണം, അതിനെ 3 കൊണ്ട് ഗുണിക്കണം. സംഗതി പ്രശ്നമാകത്തില്ലേ? അപ്പൊ നമ്മൾ ഇനി ചെയ്യുന്ന പരിപാടി എന്തുവായിരുന്നു? ഇത് 3 കൂടെ അങ്ങോട്ട് കൂട്ടുക. 3 ഉം 3 ഉം 6 ഉം 2 ഉം 8. 8 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് വരയ്ക്കുക? ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. എത്ര സെന്റിമീറ്റർ നീളത്തിലാണ്? 8 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. എട്ട് സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. ആ വരയ്ക്ക് എന്ത് പേര് കൊടുക്കാം? AC. ഓൺലൈൻകാർ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇനി എന്ത് ചെയ്യണം? അല്ല, ഈ ബിയും ഈ സിയും കൂടെ എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. ബിയും സിയും കൂടെ യോജിപ്പിക്കുക. ബിയും സിയും കൂടെ യോജിപ്പിക്കുക. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ AC എന്ന് പറയുന്ന വരയെ 2, 3, 3 ആയിട്ട് കട്ട് ചെയ്യണം. 2, 3, 3 ആയിട്ട് കട്ട് ചെയ്യണം. സ്കെയിൽ എടുത്ത് Aയിൽ കൊണ്ടുവന്ന് വെക്കുക. 2 സെന്റിമീറ്ററിന്റെ അവിടെ ഒരു കുത്തിടുക. പിന്നെ 3 അല്ലേ വരേണ്ടത്? അപ്പൊ 2ന്റെ കൂടെ 3 കൂടെ കൂട്ടുമ്പോ 5ന്റെ അവിടെ കുത്തിടണം. 5ന്റെ അവിടെ. പിന്നെ 5 കഴിഞ്ഞ് 3 കൂടെ കഴിയുമ്പോ 8 കറക്റ്റ് കിട്ടുമല്ലോ. ഓക്കെ. ഇത് വേണ്ടേ? ആദ്യത്തെ പോയിന്റിന് D എന്നും രണ്ടാമത്തെ പോയിന്റിന് E എന്നും പേര് കൊടുക്കാം. D എന്നും E എന്നും പേര് കൊടുക്കാം.
ഇനി എന്ത് ചെയ്യും നമ്മള്? നമ്മുടെ സെറ്റ് സ്ക്വയറും അല്ലെ സ്കെയിലും ഉപയോഗിച്ചുകൊണ്ട് ബി സിക്ക് പാരലായിട്ട് ലൈൻ വരയ്ക്കാൻ പോവാം. സെറ്റ് സ്ക്വയർ എവിടെ എടുത്ത് വെക്കുന്നു? ബി സിയിൽ വെക്കുന്നു. ഇവിടെ വെക്കുന്നു. അതിന്റെ താഴത്തെ വശത്തോട് ആരെ ചേർത്ത് വെക്കുന്നു? സ്കെയിലിന്. പതുക്കെ ആരെ നിരക്കുന്നു? സെറ്റ് സ്ക്വയറിനെ നിരക്കി എവിടെ കൊണ്ടുവരുന്നു? ഇയിൽ കൊണ്ടുവന്നു. ഇയിൽ കൊണ്ടുവന്നിട്ട് അവരെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു വര വരയ്ക്കാം. ഓക്കെ, വീണ്ടും അളവ് മാറ്റരുത്. വീണ്ടും നമ്മൾ സ്കെയിൽ അതിനോട് ചേർത്ത് വെച്ചു. വീണ്ടും സെറ്റ് സ്ക്വയർ മുന്നോട്ട് നിരക്കി എവിടെ കൊണ്ടുവന്നു? എവിടെ കൊണ്ടുവന്നു? ഡിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് വീണ്ടും പാരലൽ ലൈൻ വരയ്ക്കാം. ഇത്ര ഓക്കെ ആണോ? ഡിക്ക് താഴെയുള്ളത് എഫ്, ഇക്ക് താഴെയുള്ളത് ജി. അപ്പൊ ഇപ്പൊ നമ്മൾ എ ബി എന്ന് പറയുന്ന ലൈനിനെ എന്ത് റേഷ്യോയിൽ കട്ട് ചെയ്തു? 2:, അതൊന്നും കുഴപ്പമൊന്നുമില്ല. 2:3. അപ്പൊ സൈഡിലോട്ട് വേണമെങ്കിൽ എഴുതിയിട്ടോ. AF FG GB equal 2:3. പിന്നീട് പരിപാടി നിങ്ങൾക്ക് അറിയാം. ഇതെന്ത് കേട്ടു? ട്രയാങ്കിൾ വയ്ക്കണം. എങ്ങനെ വരയ്ക്കും? ഓൺലൈൻകാർക്ക് ഇത്ര ഓക്കെ ആണോ? കോമ്പസിന്റെ മുന എഫിൽ കുത്തുക. പെൻസിലിന്റെ മുന എയിൽ കുത്തുക. കുത്തി താഴെ ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് ഇച്ചിരി വലിപ്പത്തിൽ വരച്ചോട്ടോ. താഴെ ഒരു ഹലോ വരയ്ക്കും. ബാക്കി അങ്ങോട്ട് വരട്ടെ, റെഡിയോട്ടെ. ഓക്കെ, ഹലോ വരച്ചോ. ഇനി കോമ്പസിന്റെ മുന ജിയിൽ കുത്തുക. പെൻസിലിന്റെ മുന ബിയിൽ കുത്തുക. കുത്തിയിട്ട് അടുത്ത ആർക്ക് എന്ത് ചെയ്യുക? വരയ്ക്കാം. ഓക്കെ, ആ പോയിന്റിന് എന്ത് പേര് കൊടുക്കാം? എച്ച്. ഇനി ആരെയൊക്കെ യോജിപ്പിക്കണം? എഫും എച്ചും കൂടെ യോജിപ്പിക്കുക. ജിയും എച്ചും കൂടെ യോജിപ്പിക്കുക. അപ്പൊ ഏതാ നമ്മുടെ ട്രയാങ്കിൾ? FGH. അപ്പൊ അതിന്റെ താഴെ എഴുതി വെക്കണം. FGH ഈസ് ദി റിക്വയർഡ് ഐസോസിലസ് ട്രയാങ്കിൾ. മലയാളത്തിൽ എഴുതി വെക്കണം. FGH ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന സമപാർശ്വ ത്രികോണം. അതിലൊരു ചെറിയ സംശയം, ഇതിൽ ഏതൊക്കെ സൈഡുകളാ ഈക്വൽ? GH-ഉം FG-യുമാണ് എന്തായിട്ടുള്ളത്? ഈക്വൽ ആയിട്ടുള്ളത്. ഇനി ഇതേ ട്രയാങ്കിള് ഇവിടുന്ന് താഴോട്ട് വരയ്ക്കാം. ഇവിടുന്ന് ഇപ്പോൾ ഓൾറെഡി വരച്ചു. ഇതുപോലെ ഇവിടുന്ന് താഴോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം? വരയ്ക്കാം. മുകളിലോട്ട് വരയ്ക്കാത്തതിന്റെ കാര്യം ഓൾറെഡി ഇവിടെ കൺസ്ട്രക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് നമ്മൾ നേരെ താഴോട്ടങ്ങ് വരയ്ക്കുന്നത്. കാര്യം പിടികിട്ടിയോ? ഓക്കെ, ഓൺലൈൻകാർക്ക് ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾ എൻ്റെ ഒരു വരച്ച പടം എനിക്കൊന്ന് വാട്സാപ്പിൽ ഇട്ട് തന്നേ. ദിയയും നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 3? പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രപ്പീസിയം. എന്താണ്? അങ്ങനെയൊക്കെയുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ പറയില്ലെന്ന് പറയും. 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രപ്പീസിയം, ഏതൊരു ട്രപ്പീസിയത്തിലും the diagonals cut each other in the same ratio. ആണല്ലേ? മലയാളത്തിലെ ചോദ്യം അപ്പൊ ഒന്ന് വായിച്ചേ. മലയാളത്തിൽ ചോദിക്കും. പുസ്തകത്തിലെ പേജ് നമ്പർ 46 കിടക്കുന്ന എക്സസൈസ് 2 ക്വസ്റ്റ്യൻ നമ്പർ 3.
സാറേ ABCD എന്ന സാമാന്തരികത്തിൽ സാമാന്തരികമാണോ നോക്കി? അല്ല ABC എന്ന ത്രികോണത്തിൽ അല്ലല്ല, അവിടുത്തെ മൂന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 3, പേജ് നമ്പർ 46 കിടക്കുന്ന മൂന്നാമത്തെ ചോദ്യം. നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ തൊട്ട് താഴെയുള്ള ചോദ്യം. ഒരു ത്രികോണം വരച്ച് അല്ല, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണക്ക് കണ്ടില്ലേ? ത്രികോണ ഭാഗം എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ നേരെ മുകളിൽ കിടക്കുന്ന ചോദ്യം. ഏത് ലംബകത്തിന്റെയും വികരണങ്ങൾ പരസ്പരം മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കുക. ശ്രദ്ധിക്കാം. ഞാനിവിടെ ബോർഡിൽ ABCD എന്ന് പറയുന്ന, എല്ലാരും എല്ലാം അടച്ചു നോക്കിയിരുന്നേ, ABCD എന്ന് പറയുന്ന എന്ത് വരച്ചിരിക്കുന്നു? ഒരു ട്രപ്പീസിയം, ഒരു ലംബകം വരച്ചിരിക്കുന്നു. എന്ത് വരച്ചിരിക്കുന്നു? എന്താണ് ട്രപ്പീസിയം ലംബകം എന്ന് ചോദിച്ചാൽ, വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം പാരലലായിട്ടുള്ള, സമാന്തരമായിട്ടുള്ള ക്വാഡ്രിലാറ്ററലിനെ, ചതുർഭുജത്തിനെ വിളിക്കുന്ന പേരാണ് ട്രപ്പീസിയം ലംബകം. ട്രപ്പീസിയം, ഒന്നുകൂടെ, ട്രപ്പീസിയം ലംബകം ആരാണ്? ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം, 4 വശമുള്ള ആൾ. എന്താണ് അയാളുടെ പ്രത്യേകത? അല്ല, വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഒരു ജോഡി വശങ്ങൾ മാത്രം സമാന്തരം. വേറെ ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോ തൽക്കാലം നമ്മുടെ പാഠം വെച്ച് അത് മാത്രമേ മാധവേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് തന്നെ ഇവിടെ പറയാൻ പറ്റും, ഈ AB ആരോട് പാരലലാണ്? CD-യോട് പാരലലാണ്. AB ആരോട് പാരലലാണ്? ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ചോദ്യത്തിൽ 2 ഡയഗണൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരെ കുറിച്ച് പറയുന്നുണ്ട്? ബോർഡിലേക്ക് നോക്കാം. നമ്മൾ വരച്ചു വെച്ചേക്കുന്ന പടത്തിൽ ഡയഗണൽ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 ഡയഗണൽ വരയ്ക്കണം. ആരെയൊക്കെ? AC-യും ഇത് രണ്ടും കൂടെ ഒരു പോയിന്റുകൾ കൂട്ടിമുട്ടിയില്ലേ? ആ പോയിന്റിന് നമ്മൾ തൽക്കാലം E എന്ന് പേര് കൊടുക്കുന്നു. എന്ത് പേര് കൊടുക്കുന്നു? അപ്പൊ ഈ എന്ന് പറഞ്ഞ പോയിന്റ് ആരാ? അങ്ങനെ പറയൂ. ആ 2 ഡയഗണൽസ്, ആ 2 വികരണങ്ങൾ ആരൊക്കെ? AC-യും BD-യും കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് ആരെന്ന് പറയുന്നത്? ഇനി ഞാൻ ഈ ഈയിലൂടെ, എവിടെ കൂടാണ്? ഈയിലൂടെ ഇവർക്ക് 2 പേർക്കും പാരലലായിട്ട്, ആർക്ക് 2 പേർക്കും? AB-ക്കും CD-ക്കും പാരലലായിട്ട് ഒരു ലൈനൂടെ വരയ്ക്കും. എന്ത് വരയ്ക്കുന്നു? ആ ലൈനിന് ഞാൻ തൽക്കാലം PQ എന്ന് പേര് കൊടുക്കും. എന്ത് പേര് കൊടുക്കുന്നു? ഇത്രയും കാര്യങ്ങളും ഓക്കെയാണോ? അപ്പൊ ഇപ്പൊ ആ പടത്തിൽ എത്ര പാരലൽ ലൈൻസ് ഉണ്ട്? 3. ഏതൊക്കെ? ഏറ്റവും താഴെ AB, അതിന്റെ മുകളിൽ PQ, അതിന്റെ മുകളിൽ DC. വേണ്ട, ഈ 3 പാരലൽ ലൈനുകളെ കട്ട് ചെയ്യുന്ന ഒരു രേഖയല്ലേ, ലൈനല്ലേ AC എന്ന് പറയുന്നത്? നമ്മൾ ഈ 2ാമത്തെ സെക്ഷനിലെ അൺഈക്വൽ ഡിവിഷനകത്തിൽ എന്തോ ഒരു കാര്യം പഠിച്ചായിരുന്നു. 2ഓ അതിലധികമോ പാരലൽ ലൈനുകൾ ഒരു ലൈനിനെ എന്ത് റേഷ്യോയിൽ കട്ട് ചെയ്യുമോ അതേ റേഷ്യോയിൽ തന്നെ വേറെ ഏത് ലൈനിനെയും എന്ത് ചെയ്യും? കട്ട് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു ലൈനായിട്ട് AC-യെ പരിഗണിച്ചാൽ EC എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കത്തില്ലേ ഒരു കട്ടിങ് അവിടെ നടക്കുന്നത്? ഇനി അതിന് പകരം നമ്മൾ ആരെ പരിഗണിച്ചാൽ? BD-യെ പരിഗണിച്ചാൽ അവിടുത്തെ റേഷ്യോ എന്തായിരിക്കും? BE:ED. നമ്മൾ പഠിച്ച നോട്ട് അനുസരിച്ച് ഈ 2 റേഷ്യോയും എങ്ങനായിരിക്കും? ഇതല്ലേ തെളിയിക്കേണ്ടത്. ആ 2 ഡയഗണലിനെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു നല്ല തെളിയിക്കേണ്ടത്. ആണോ? നോക്കിയാട്ടെ. കൺസിഡർ ട്രപ്പീസിയം ABCD.
മലയാളത്തിൽ ലംബകം ABCD പരിഗണിക്കാം. നോട്ടിൽ നോക്കാൻ എ ബി പാരലൽ മിണ്ടുന്നില്ല. AB പാരലൽ CD. അടുത്തത് ദ ഡയഗണൽ AC ആൻഡ് BD ഇന്റർസെക്ട് അറ്റ് E. വികർണങ്ങളായ AC-യും BD-യും E-യിൽ കൂട്ടിമുട്ടുന്നു. അടുത്തത് ABക്ക് പാരലായിട്ട് സമാന്തരമായിട്ട് ആരെ വരച്ചു? PQനെ വരച്ചു. അടുത്തത് ദ ലൈൻസ് AB PQ ആൻഡ് CD ആർ CD തന്നെയാണ് DC ആർ. അപ്പൊ അവര് മൂന്നുപേരും എങ്ങനെയുള്ളവരാണ്? പാരലാണ്. ഓക്കെ, അടുത്തത് ദീസ് ത്രീ ലൈൻസ് കട്ട് ദ ഡയഗണൽ AC ഇൻ ദ റേഷ്യോ AE ഈസ് ഈ മൂന്ന് പാരലൽ ലൈനുകൾ AC എന്ന് പറയുന്ന ഡയഗണലിനെ AE ഈസ് ടു EC എന്ന് പറയുന്ന റേഷ്യോയിൽ എന്ത് ചെയ്യും? കട്ട് ചെയ്യും എന്ന അംശബന്ധത്തിൽ വിഭജിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് ഓൾസോ ഇറ്റ് കട്ട് അതർ ഡയഗണൽ BD ഇൻ ദ റേഷ്യോ BE ഈസ് ടു. ഇവര് മൂന്ന് പേരും BD എന്ന് പറയുന്ന ഡയഗണലിനെ BE ഈസ് ടു ED എന്ന് പറയുന്ന റേഷ്യോയിൽ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, വായിച്ചാട്ടെ. 3 or more parallel lines cut any two lines in the same. രണ്ടോ അതിലധികമോ പാരലൽ ലൈനുകൾ, സമാന്തര വരകൾ മറ്റേത് രണ്ട് വരകളെയും ഒരേ റേഷ്യോയിലായിരിക്കും, ഒരേ അംശബന്ധത്തിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാം? AE ഈസ് ടു EC ഈക്വൽ BE ഈസ് ടു. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓൺലൈൻകാർക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ്. വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അപ്പൊ നമ്മുടെ പാരലൽ ലൈൻസിലെ മൂന്നാമത്തെ സെക്ഷൻ, എന്താ മൂന്നാം സെക്ഷന്റെ പേര്? ട്രയാങ്കിൾ ഡിവിഷൻ. എന്താണ്? ട്രയാങ്കിൾ ഡിവിഷൻ. അപ്പോ മലയാളത്തിൽ എന്തോ ഹെഡിങ്? അപ്പോ മലയാളത്തിൽ എന്താണ് ഹെഡിങ്? ഹലോ, ത്രികോണ ഭാഗം. എല്ലാവരും ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഞാൻ ബോർഡിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. എന്ത് വരയ്ക്കുന്നു? ഈ ട്രയാങ്കിളിന് ഞാൻ ABC എന്ന് പേര് കൊടുക്കുന്നു. എന്ത് പേര് കൊടുക്കുന്നു? ഈ പറയുന്ന ഐഡിയ മനസ്സിലാകണം. ഇനി അങ്ങോട്ടുള്ളതെല്ലാം പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ പഠിച്ച 2 സെക്ഷനകത്തിലും മൊത്തം വരയ്ക്കാനുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് എങ്ങനെങ്കിലുമൊക്കെ നിന്ന് വരച്ചു പോകാനുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്നത്തെ അങ്ങനല്ല, എല്ലാം പ്രൂവ് ദാറ്റ് സാധനങ്ങളാണ്. അത് ചെയ്യണമെങ്കിൽ ഈ ഓരോ സെക്ഷനിലെയും ഐഡിയ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അപ്പൊ ABC എന്ന് പറഞ്ഞ ആരാണ്? ഒരു ട്രയാങ്കിളാ. ആരാണ്? ഞാൻ ഇതിലെ BCക്ക് പാരലായിട്ട്, ആർക്ക് പാരലായിട്ട്? BCക്ക് പാരലായിട്ട് സമാന്തരമായിട്ട് PQ എന്ന് പറയുന്ന എന്ത് വരച്ചു? ഒരു ലൈൻ വരച്ചു. എന്ത് വരച്ചു? ലൈൻ വരച്ചു. അങ്ങനെ ആണെങ്കിൽ എൻ്റെ അവിടെ കിടപ്പുണ്ട്, വായിച്ചാട്ടെ. എ ലൈൻ ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ് ദി അതർ സൈഡ്സ് ഇൻ ദി സെയിം റേഷ്യോ. ഒന്ന് വായിച്ചാട്ടെ. എന്തെങ്കിലും വായിച്ചു? ഒന്ന് വായിച്ചാട്ടെ. ആരും വായിക്കുന്നില്ലേ? എ ലൈൻ ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിലെ ഒരു ത്രികോണത്തിലെ ഒരു വശത്തിന്, ഒരു സൈഡിന് സമാന്തരമായി വരയ്ക്കുന്ന, പാരലായിട്ട് വരയ്ക്കുന്ന മറ്റൊരു ലൈൻ. ഇവിടെ ആരാ? സൈഡ് BC. അതിന് പാരലായിട്ട് വരച്ചേക്കുന്ന ആളുടെ പേരെന്താ? PQ. അയാൾ എന്ത് ചെയ്യും? മറ്റ് രണ്ട് സൈഡുകളെ
ഒരേ റേഷ്യോയിൽ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ എ പി ഈസ് ടു പി ബി ഈക്വൽ എ ക്യു ഈസ് ടു ക്യു സി എന്ന റേഷ്യോയിൽ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ആദ്യത്തെ കാര്യം പിടികിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. ഓൺലൈൻകാർക്ക് വായിച്ചു നോക്കട്ടെ, മനസ്സിലായായിരുന്നോ? ഓക്കെ, നമ്മുടെ ചെറിയ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഐഡിയ വെച്ചിട്ട് ഈ ഐഡിയ വെച്ചിട്ട് നമ്മൾ ചെറിയ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാം. ഞാൻ ഇങ്ങോട്ട് നോക്കിയിരുന്ന എല്ലാവരും ട്രയാങ്കിൾ ഡിവിഷനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ എക്സാമ്പിൾ ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് ഫോട്ടോ കോപ്പി നോക്കിയാണ്. ഞാൻ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ട്രയാങ്കിളിന് എന്ത് പേര് കൊടുക്കുന്നു? ABC. ഇതിലെ BCക്ക് പാരലലായിട്ട് വരച്ചിരിക്കുന്ന മറ്റൊരു ലൈനാണ് PQ. കുഴപ്പമൊന്നുമില്ലല്ലോ. നോക്കാം. ഇൻ ട്രയാങ്കിൾ ABC നോക്കിയോ, PQ ഈസ് ഡ്രോൺ പാരലൽ ടു BC. BCക്ക് സമാന്തരമായിട്ടാണ്, പാരലലായിട്ടാണ് ആരെ വരച്ചു വെച്ചേക്കുന്നത്? ഇനി കുറച്ച് മെഷർമെന്റ്, അളവ് തന്നിട്ടുണ്ട്. ഒന്ന് വായിച്ച് എന്തൊക്കെയാണെന്ന്. AB ഈക്വൽ 6 സെന്റിമീറ്റർ. അടുത്തേ AP ഈക്വൽ 2 സെന്റിമീറ്റർ. അടുത്തേ AC is equal to 4.5 centimeter. Then what is AQ is to QC? അങ്ങനെയാണെങ്കിൽ AQ is to QC എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. കൂടാതെ find the length of each. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുകൂടെ ഒരു ട്രയാങ്കിൾ ABC വരച്ചു വെച്ചേക്കും. എന്നിട്ട് അതില് BCക്ക് പാരലലായിട്ട്, BCക്ക് സമാന്തരമായിട്ട് PQ എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു വെച്ചു. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? AB 6 സെന്റിമീറ്റർ ആണ്. A തൊട്ട് B വരെ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 6 സെന്റിമീറ്റർ ഉണ്ട്. അടുത്തത് A തൊട്ട് P വരെ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 2 ഉണ്ട്. പിന്നെ A തൊട്ട് C വരെ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 4.5. ഇനി എന്തോ കണ്ടുപിടിക്കേണ്ടത്? AQ ഈസ് ടു QC കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഈച്ച്. അവരുടെ എന്താ പ്രശ്നം? ശ്രദ്ധിക്കും. എങ്ങനെ കണ്ടുപിടിക്കും? അതുകൊള്ള അതല്ലേ ഇപ്പൊ ഇച്ചിരി മുമ്പേ അങ്ങോട്ട് പഠിച്ചത്. ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡിന് പാരലലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ മറ്റ് 2 ലൈനുകളെയും മറ്റ് 2 സൈഡുകളെയും ഒരേ റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നതല്ലേ പഠിച്ചത്. അപ്പൊ അത് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞാട്ടെ. ഇപ്പോഴാണ് അങ്ങോട്ട് എഴുതി തീർന്നതേ ഉള്ളൂ. പറഞ്ഞു. AP ഈസ് ടു PB ഈക്വൽ AQ ഈസ് ടു QC. സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചോണം. കറക്റ്റ് ആണോ? കറക്റ്റാ. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് A ഈസ് ടു BA നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ AP ഈസ് ടു PB എങ്ങനെ എഴുതും? AP ബൈ PB ഈക്വൽ AQ ബൈ QC. കുഴപ്പമുണ്ടല്ലോ അവിടെ? AP ബൈ PB ഈക്വൽ AQ ബൈ, ഞാൻ അറിയാവുന്നവരുടെയൊക്കെ വില കൊടുക്കാം. AP എത്ര? 2. ഉറപ്പാണേ. PB എത്ര? ആലോചിച്ചിട്ട് ഉത്തരം പറയാം. PB ഇത്രയും എത്ര ഉണ്ട്? എങ്ങനെ കിട്ടി? A തൊട്ട് B വരെ 6 സെന്റിമീറ്റർ ഉണ്ട്. A തൊട്ട് P വരെ 2 ഉള്ളത്. അപ്പൊ പിന്നെ P തൊട്ട് B വരെ 4. അപ്പൊ 2/4 ഈക്വൽ AQ എത്ര ആണെന്ന് അറിയാമോ? ഇല്ല.
എ ക്യൂ ബൈ എ ക്യൂ ബൈ എ ക്യൂ ബൈ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ 2 4 വെട്ടാൻ പറ്റുമോ? പറ്റും. എത്ര? 2 1 2 2 2 4. അപ്പൊ 1/2 ഈക്വൽ എ ക്യൂ ബൈ എ ക്യൂ ബൈ. വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇതിനകത്ത് വല്ലവരും അറിയാവോ? ഇല്ല. ഉറപ്പാണേ? ഉറപ്പാണേ? ഈ തന്നിട്ടുള്ളതിനകത്തിൽ ആരെങ്കിലും എ ക്യൂ ഒ ക്യൂ സിയോ വല്ലതും ഉണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറയണം ഉണ്ടോന്ന്. ആ എ ക്യൂ ഒ ക്യൂ സിയോ ആരെങ്കിലും നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പിന്നെ അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? എടേ, എ ഈസ് ടു ബി എ നിങ്ങൾക്ക് എ ബൈ ബി എന്ന് എഴുതാം. അങ്ങനാണെങ്കിൽ തിരിച്ച് എ ബൈ ബി എങ്ങനെ എഴുതാം? എ ഈസ് ടു ബി എന്ന് എഴുതാൻ പറ്റുമോ? ആണ്. അങ്ങനെയാണെങ്കിൽ 1/2 എങ്ങനെ എഴുതും? 1:2 ഈക്വൽ ഇതെങ്ങനെ എഴുതും? എ ക്യൂ ഈസ് ടു ക്യൂ സി. ശരിയാണോ? തിരിച്ചെഴുതി. എ ക്യൂ ഈസ് ടു ക്യൂ സി ഈക്വൽ 1:1. എന്തോ അതിന്റെ അർത്ഥം? എ ക്യൂവും ക്യൂ സിയും തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ഇതൊരു ടേണിംഗ് പോയിന്റ്. ഇത് വെച്ചിട്ട് എ ക്യൂ ഈസ് ടു ക്യൂ സി കിട്ടി. കണ്ടുപിടിക്കണ്ടേ? ഇത് കിട്ടിയില്ലേ? ഇനി എന്തോ ചോദ്യം ബാക്കിയുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ്. ഇവരുടെ ഓരോരുത്തരുടെയും നീളം കണ്ടുപിടിക്കണം. ആരുടെ ഓരോരുത്തരുടെയും? എ ക്യൂവിന്റെയും ക്യൂ സിയുടെയും നീളം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഒരു ക്ലൂ തരാം. അത് 9ാം ക്ലാസ് അല്ല, 8ാം ക്ലാസ് ആണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ, എന്നെ അല്ല, ബോർഡിൽ നോക്കിയാൽ ഐഡിയ കിടപ്പുണ്ട്. ഇല്ല. 8ാം ക്ലാസ് ആണ്. ഹിന്ദി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 8ാം ക്ലാസ് ആണ്. 9 ഒരു ഐഡിയ ഞാൻ പ്രയോഗിക്കേണ്ട, 8 മാത്രം ഐഡിയ പ്രയോഗിച്ചാൽ മതി. ഓൺലൈൻകാർക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? വരട്ടെ. നിങ്ങൾ ഇതുവരെ ഈ കണക്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരാൾ ഇവിടെ കിടപ്പുണ്ട്. അയാളെ ഇതുവരെ നമ്മൾ ഈ കണക്കിൽ എടുത്തിട്ടില്ല. എ സി 4.5 അല്ലേ? ഈ എ സി അല്ലേ എ ക്യൂവും ക്യൂ സിയും? അവര് 2 പേരൂടെ ചേരുമ്പോഴാണ് ആരെ കിട്ടുന്നത്? അതായത് ഇത് 2 കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരമാണ് 4.5. അത് വീതം വെക്കേണ്ടുന്ന റേഷ്യോയാണ് 1:2. അതല്ലേ 8ാം ക്ലാസ്സിലെ റേഷ്യോയ്ക്ക് പഠിച്ചത്. ഇത് 2 കൂടെ കൂട്ടിയാൽ 4.5 കിട്ടണം. അത് വീതം വെക്കേണ്ടുന്ന റേഷ്യോ 1:2 ആണ്. എങ്കിൽ നോക്കാം. എങ്കിൽ ആദ്യത്തെ ആളായ എ ക്യൂവിനെ കണ്ടുപിടിക്കാൻ ഈ 4.5-നെ 8ാം ക്ലാസ് 4.5-നെ 1ഉം 2ഉം കൂടെ കൂട്ടുന്ന 3 വീതം വെക്കണം. അതിലൊരു ഭാഗമാണ് ആരുടേത്? എ ക്യൂവിന്. വല്ലൊരു വെട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. 4.5 3 കൂടെ വെട്ടാം. 8ാം ക്ലാസ്സിലെ കാര്യമാണ്. ഇത് 2 കൂടെ കൂട്ടുമ്പോഴാണ് എ സി 4.5 എന്ന് കിട്ടുന്നത്. ആ എ സിയെയാണ് എ ക്യൂ എന്നും ക്യൂ സി എന്നും വീതം വെക്കേണ്ടത്. വീതം വെക്കേണ്ടുന്ന റേഷ്യോയുണ്ട് 1:2. സിത്താരയും നമ്മുടെ അനാമികയും കൂടെ ചേർന്നൊരു കച്ചവടം തുടങ്ങി. ആ കച്ചവടത്തിലെ പൈസ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റേഷ്യോയാണ് 1:2. ലാഭം കിട്ടുമ്പോൾ എങ്ങനെ വീതം വെക്കും? ആ കിട്ടുന്ന ലാഭം ഇൻറ്റു 1ഉം 2ഉം കൂടെ കൂട്ടി 3 വീതം വെക്കണം. അതിലൊരു ഭാഗം ആദ്യത്തെ ആളിനും
2 ഭാഗം രണ്ടാമത്തെ ആളിനും കൊടുക്കുന്ന ഇഷ്ടം പോലെ കണക്ക് എവിടെ പഠിച്ചിട്ടുണ്ട്? ആ, ഇവിടുത്തെ കണക്ക് വെച്ച് ലാഭമായിട്ട് നമുക്ക് എടുക്കാം. ഇവിടുത്തെ കണക്കിൽ ടോട്ടലാണ് 4.5. 4.5 3 കൊണ്ട് വെട്ടാൻ പറ്റുമോ? വേണ്ട. 45-നെ 3 കൊണ്ട് വെട്ടാൻ പറ്റുമോ? എത്ര? 15. 15 3 45. അപ്പൊ 4.5-നെ 3 കൊണ്ട് വെട്ടിയാൽ 1.5. എത്ര വരും? 1.5. അപ്പൊ 1.5 into 1. 1. ഇനി അടുത്ത നീളം ഏതാ? QC അല്ലേ? QC ഈക്വൽ 4.5 into 2/3. ഇത് രണ്ടു വെട്ടി എത്ര കിട്ടും? 1.5. 1.5 into 2 3 സെന്റിമീറ്റർ ആണ് കേട്ടോ. നോക്കി, 1.5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററോടെ കൂട്ടുമ്പോഴല്ലേ 4.5 സെന്റിമീറ്റർ കിട്ടിയത്. ഇപ്പൊ രണ്ടളവും കിട്ടിയോ? കിട്ടിയോ? ഓൾ സ്റ്റാൻഡം വായിച്ചു നോക്ക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ആ നോട്ടിൽ ആ സൈഡ് കണ്ടുപിടിച്ചേക്കുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് തിരുത്തണം. ഈ ബോർഡിൽ എഴുതിയേക്കുന്ന പോലല്ല അവിടെ ആൻസർ എഴുതിയിരിക്കുന്നത്, അല്ലേ? ആണോ? അല്ല. അപ്പൊ അതൊന്ന് തിരുത്തിയേക്കണം. ശ്രദ്ധിക്കും. എന്താണ് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത്? ഓരോന്ന് വായിച്ചാട്ടെ. In any triangle, a line parallel to one of the sides cut the other 2 sides in the same ratio. ഇതൊന്നുമില്ലല്ലോ. അപ്പോ മലയാളത്തിൽ വേണ്ട പുസ്തകത്തിലെ പേജ് നമ്പർ 48 ഈ നോട്ട് കിടപ്പുണ്ടെന്ന് വായിച്ചാട്ടെ. 46 നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ എക്സാമ്പിൾ കഴിഞ്ഞത്. ഇനി നമ്മുടെ പേജ് നമ്പർ 48. ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റ് 2 വശങ്ങളെ മുറിക്കുന്നത് അവയുടെ ഒരേ ഭാഗങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മുറിക്കുന്നത്. ആ നോട്ട് പിടി കിട്ടിയല്ലോ. ശരി, ഇനി വീണ്ടും നമ്മള് ബോർഡിലേക്ക് നോക്കാം. നമ്മളൊരു ട്രയാങ്കിൾ പരിഗണിക്കാം. എന്താണ് ട്രയാങ്കിളിന്റെ പേര്? ABC. ഇതിൽ BCക്ക് പാരലലായിട്ടാണ്, BCക്ക് സമാന്തരമായിട്ടാണ് ആരെ വരച്ചു വെച്ചേക്കുന്നത്? MN വരച്ചു വെച്ചേക്കുന്നത്. നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ കുറച്ച് നമ്പരൊക്കെ വെച്ച് മുമ്പേ പേര് കൊടുത്തില്ലേ? നമ്പരൊക്കെ വെച്ച് മെഷർമെന്റ് എഴുതിയില്ലേ? ഇവിടെ അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് ലെറ്ററുകൾ യൂസ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ജനറൽ ആയിട്ട് പറയാൻ വേണ്ടി കുറച്ച് ലെറ്റർ കൊടുക്കുന്നു. നോക്കാം. ABയുടെ മൊത്തം നീളം ഉണ്ടല്ലോ, അത് നമ്മൾ A ആയിട്ട് എടുക്കുന്നു. എന്തായാലും എടുക്കുന്നു? കഴിഞ്ഞ കണക്കിനകത്ത് ഇതിന് പകരം നമ്പർ തന്നില്ലേ? അപ്പൊ അതിന് പകരം ABയുടെ മൊത്തം നീളം എന്തായിട്ട് എടുത്തു? A. ഇനി ACയുടെ മൊത്തം നീളം ACയുടെ മൊത്തം നീളം B ആയിട്ട് എടുത്തു. ACയുടെ മൊത്തം നീളം. ഇനി ഇതിനകത്ത് A തൊട്ട് M വരെയുള്ള ദൂരം P ആയിട്ടും M തൊട്ട് B വരെയുള്ള ദൂരം Q ആയിട്ടും എടുത്തു. A തൊട്ട് N വരെയുള്ള ദൂരം R ആയിട്ടും N തൊട്ട് C വരെയുള്ള ദൂരം S ആയിട്ടും എടുത്തു. അപ്പൊ ഒന്നുകൂടെ അത് ഞാൻ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചു. ആ ട്രയാങ്കിളിൽ ത്രികോണത്തിൽ BC എന്ന് പറയുന്ന വശത്തിന് സൈഡിന് പാരലലായിട്ട് സമാന്തരമായിട്ട് ആരെ വരച്ചു? MN വരച്ചു. ആരെ വരച്ചു? ഇനി ABയുടെ മൊത്തം നീളം എന്തായിട്ട് എടുത്തു? A. ACയുടെ മൊത്തം നീളം എന്തായിട്ട് എടുത്തു? B. AMന്റെ നീളം P. MBയുടെ നീളം Q. ANന്റെ നീളം R. NCയുടെ നീളം S. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇനി വായിച്ചാട്ടെ. ഇൻ ജനറൽ in ABC, MN is drawn parallel to BC. A, B, P, Q, R, S represents the lengths. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോ പറയാം? പറഞ്ഞാട്ടെ. P/Q is equal to R by S. P/Q is equal to ഇനി അടുത്തത് P by
എ ഈസ് ഈക്വൽ ടു ആർ ബൈ എന്തു പി ബൈ ക്യൂ ഈക്വൽ ആർ ബൈ എസ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതിയിരിക്കുന്നു പി ബൈ എ ഈക്വൽ ആർ ബൈ ബി. എന്തോന്ന് പറഞ്ഞു നോക്കാൻ പെട്ടെന്ന് മനസ്സിലാവും. പി എന്ന് പറയുന്നത് വേണ്ട ഈ എ തൊട്ട് എം വരെയുള്ള ദൂരം, അതേ ഡിവൈഡഡ് ബൈ വേണ്ട ഈ ടോട്ടൽ ലെങ്ത് ഈക്വൽ അപ്പുറത്ത് വരുമ്പോ ആർ ഡിവൈഡഡ് ബൈ വേണ്ട ഈ ടോട്ടൽ ലെങ്ത്. ഇതിവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ പി ബൈ എ ഈസ് ഈക്വൽ ടു ആർ ബൈ ബി. ഇനി അടുത്തത് വേറെ കാര്യം പറയാൻ പറഞ്ഞാട്ടെ. ക്യൂ ബൈ എ ഈസ് ഈക്വൽ ടു അതെങ്ങനെയാണ് ക്യൂ ബൈ എ ഈസ് ഈക്വൽ ടു എ ബൈ ബി വന്നത്? നോക്കൂ എങ്ങനെയാണ്. ക്യൂ ബൈ എ എന്താണ്? ഏതാ ക്യൂ? വേണ്ടിത് ഈ ചെറിയ ലെങ്ത് ഇതേ ഡിവൈഡഡ് ബൈ അതിന്റെ ടോട്ടൽ ലെങ്ത് എ ഈക്വൽ 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 എ ബൈ ബി ആണ് വന്നത്. ഒരു സെക്കൻഡ്. അത് ആ നോട്ടിലെ മിസ്റ്റേക്ക് ആണ്, അത് തിരുത്തണം. ക്യൂ ബൈ എ ഈസ് ഈക്വൽ ടു എസ് ബൈ ബി ആണ്. ക്യൂ ബൈ എ ഈസ് ഈക്വൽ ടു എന്താണ്? എസ് ബൈ ബി. ഓൺലൈൻ കാര്യം തിരുത്തിക്കോണേ. ക്യൂ ബൈ എ ഈസ് ഈക്വൽ ടു എസ് ബൈ ബി ആക്കണം കേട്ടോ. ഓക്കെ. ഇനി അടുത്തൊരു നോട്ട് കിടക്കുന്നുണ്ടോ? ഇത് നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 49 എവിടെ കിടക്കുന്നത്? 49. വായിച്ചാട്ടെ. ഇൻ എനി ട്രയാങ്കിൾ a line divides two sides in the same ratio is parallel to the third side. നിക്കൂ എന്തോ സംഭവം മനസ്സിലായോ? ഇല്ല. നിങ്ങൾ ഈ ഹൈവേയിലെ KSRTCയുടെ പടിഞ്ഞാറേ വശത്തൂടെ വടക്കോട്ട് വരുവാന്ന് വിചാരിച്ചു. കുറച്ച് വടക്കി എന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് KSRTC യോട്ട് വരണമെന്ന് തോന്നി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഒരു യൂട്ടേൺ ഉണ്ട്. ആ യൂട്ടേൺ അടിച്ച് താഴോട്ട് എന്ത് ചെയ്യണം? ഇറങ്ങി വരണം. അങ്ങനെ മനസ്സിലായോ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡിന് പാരലലായിട്ട് വരയ്ക്കുന്ന മറ്റൊരു ലൈൻ, മറ്റ് രണ്ട് സൈഡുകളെ ഒരേ റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നു. അതായിരുന്നു ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതങ്ങ് നേരെ തിരിച്ചു പറഞ്ഞിരിക്കുന്നു. എങ്ങനെ? ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡുകളെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ അയാള് മൂന്നാമത്തെ സൈഡിനോട് എന്തായിരിക്കും? പാരലലായിരിക്കും. മൂന്നാം സൈഡിനോട് നേരത്തെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡിനോട് പാരലലായിട്ട് സമാന്തരമായിട്ട് വരയ്ക്കുന്ന ഒരു വര മറ്റ് രണ്ട് സൈഡുകളെയും ഒരേ ഈക്വൽ ഒരേ റേഷ്യോയിൽ ഒരേ അംശബന്ധത്തിൽ എന്ത് ചെയ്യും? വീതം വെക്കും, ഭാഗിക്കും. ഇപ്പൊ അത് നേരെ തിരിച്ചു പറഞ്ഞു. എങ്ങനെ? ഒരു ട്രയാങ്കിളിലെ ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളെ രണ്ട് സൈഡുകളെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ, ഒരു വരയുണ്ടെങ്കിൽ ആ ലൈൻ മൂന്നാമത്തെ വശത്തിനോട് മൂന്നാമത്തെ സൈഡിനോട് എങ്ങനെ ആയിരിക്കും? പാരലലായിരിക്കും. അപ്പൊ പാരലലാണെങ്കിൽ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടോ? അപ്പൊ തിരിച്ചു മറിച്ച സംഗതി ഒക്കെ ആണല്ലോ. ഒന്നുകൂടെ എന്താണ്? പാരലലാണെങ്കിൽ, ഞാൻ ഷോർട്ടാക്കി പറയുക, പാരലലാണെങ്കിൽ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. തിരിച്ച് ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നെങ്കിൽ പാരലലായിരിക്കും. അപ്പോ ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്താണ് അടുത്ത നോട്ട് എഴുതി വെച്ചിരിക്കുന്നത്? അത് നിങ്ങളുടെ പുസ്തകത്തിൽ or we have seen that
എ ലൈൻ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ കട്ട്സ് ദി അതർ ടു സൈഡ്സ് ഇൻ ദി സെയിം റേഷ്യോ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഒന്നുകൂടെ, ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡുകളെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈൻ മൂന്നാമത്തെ സൈഡിനോട് പാരലൽ ആയിരിക്കും. ആദ്യം എന്താ പഠിച്ചത്? ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡിനോട് പാരലലായിട്ടുള്ള മറ്റൊരു ലൈൻ മറ്റ് രണ്ട് സൈഡുകളെ ഒരേ റേഷ്യോയിൽ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ഇത്രയും കാര്യം പിടി കിട്ടിയോ? അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ എക്സസൈസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഓൺലൈൻകാർക്ക് ഇത്രയും ക്ലിയർ ആയോ? യെസ് സർ.